ഇരിക്കുന്ന ആൺകുട്ടികളോട് പ്രത്യേകം പറയാം, പെൺകുട്ടികൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പെൺകുട്ടികളുടെ അമ്മമാരാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കൂടുതലും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക, അവിടെ എന്തോ കുഴപ്പമുണ്ട്. ആ കുട്ടിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അത് അവൾക്ക് വേറെ ബന്ധമുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട. ചിലപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഷീ ഈസ് ഫ്രിജിഡ്, ഷീ ഡസൻ ഹാവ് എനി ഫീലിംഗ്. ആൺകുട്ടി ചില ആൺപിള്ളേരെ പറ്റി പറയുമോ, അവനൊരു പാവമാ, അവനെ ആ പെണ്ണ് ശരിയാക്കുള്ളൂ. എന്താ ഇങ്ങനെയുള്ള പാവങ്ങളെ ആർക്ക് വേണമെന്ന് ആ പെൺകുട്ടി വിചാരിക്കുക. സോ ഒരു ഇന്റലക്ച്വൽ മെച്യൂരിറ്റി, ഒരു തിങ്കിങ് ബ്രെയിൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്കത് വളർത്തിയെടുക്കണം. താലി കെട്ടുന്നു, നമുക്ക് എന്താ ഉള്ളത്? താലി കിട്ടുന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? ദക്ഷിണ കൊടുക്കുന്നു, അല്ലേ? ദക്ഷിണ കൊടുത്താ തുടങ്ങണത്. എന്തിനാ ഈ ദക്ഷിണ കൊടുക്കണേ? എന്തിനാ ഈ താലി കെട്ടണേ? എന്തിനാ ഈ പുടവ കൊടുക്കുന്നത്? എന്തിനാ പ്രദക്ഷിണം വെച്ച് ആ വിളക്കിന് ചുറ്റും പ്രദക്ഷിണം വെക്കണേ? ആരും ഈ റിച്വൽസിന്റെ, ഈ ചടങ്ങുകളുടെ ഒരു അർത്ഥതലങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ചടങ്ങിനൊന്നും വലിയ വിലയില്ലാത്ത. ഒരു വിവാഹിതരാവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് ഒന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനായി ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. സുന്ദരി കുട്ടികളും സുന്ദരകുട്ടന്മാരുമാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു പലരും വിവാഹം കഴിക്കാൻ പോകുന്നവർ അല്ലേ, റെഡി ടു മാരി അല്ലേ? കല്യാണം നിശ്ചയം കഴിഞ്ഞവർ എത്ര പേരുണ്ട്? വെരി ഗുഡ്. സോ ഹാപ്പി ടു സീ ദിസ്. ശരിക്കും ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഉള്ളപ്പോൾ അത് ശരിക്കും അങ്ങനെയുള്ളവർ തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. പലപ്പോഴും വിവാഹ നിശ്ചയമൊന്നും ആവാത്ത കുട്ടികളും അതിനും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞേ. ബട്ട് ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ ദീസ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് മാരേജ്. എന്താണ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പാരൻസ് ജീവിക്കുന്നത് കണ്ട്, നമ്മുടെ സിസ്റ്ററും ഹസ്ബൻഡും ജീവിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രദറും വൈഫും ജീവിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ ഒന്നും വേണ്ട അമ്മാവനും അമ്മായിയും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കണ്ട്, ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ മനസ്സിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് രൂപീകരിക്കപ്പെടുന്നത് അല്ലേ? അല്ല, നമ്മൾ ചുറ്റുമുള്ളവരുടെ ജീവിതമല്ലേ നമ്മൾ കണ്ടു മനസ്സിലാക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. എങ്ങനെയായിരിക്കണം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്? എങ്ങനെയായിരിക്കണം ഒരു വൈഫ്? എനിക്ക് വരുന്ന വൈഫ് എങ്ങനെയായിരിക്കണം? എനിക്ക് വരുന്ന ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിന് നമ്മുടെ മനസ്സിലൊരു രൂപരേഖ ഉണ്ടാവും പലർക്കും. ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, വെറുതെ അങ്ങ് കല്യാണം കഴിക്കും. അങ്ങനെയുള്ളവരുണ്ടാവും. അത് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ കല്യാണം കഴിക്കുന്നവർക്ക് ആരാണോ പാർട്ട്ണർ ആ ആളുടെ വഴിയേ അങ്ങ് പോവാം. നേരെ മറിച്ച് വികലമായ സങ്കല്പങ്ങളോടുകൂടിയാണ് കല്യാണം കഴിക്കണതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും പിന്നെ. അപ്പോൾ ഞാനൊരു വക്കീലെന്ന നിലയ്ക്ക് ഇങ്ങനൊരു ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞ 33 വർഷമായി ഞാനൊരു അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വയസ്സിനേക്കാളും ഒരു 10 വയസ്സ് മുമ്പേ, നിങ്ങൾ ജനിക്കുന്നതിനും ഒരു 10 വർഷമെങ്കിലും മുമ്പേ ഒരു വക്കീലായി ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ജോലിയിലെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും എന്തിനാ ഇങ്ങനെ ഒരു ക്ലാസ്, ഒരു ജീവിക്കാൻ? ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണോ ഞാൻ കല്യാണം കഴിച്ചത്? നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങനെയാണോ കല്യാണം കഴിച്ചത്? അല്ല. ഞങ്ങളുടെ ഒന്നും തലമുറയുടെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെതായ വ്യത്യാസം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അനിവാര്യമാക്കി കൊണ്ടുവരുന്നു. കാരണം സമൂഹത്തിൽ നമുക്ക് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഉലച്ചിലുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമായിട്ടൊരു കോടതി തന്നെ സ്ഥാപിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ഭാരതം പോയി എന്നാലോചിച്ചു അല്ലേ? ഇപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ മാത്രം ഒരു കോടതി. ഞാൻ എൻ്റെ പ്രാക്ടീസിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കോടതി ഇല്ല. ഫാമിലി കോടതി എന്ന് പറഞ്ഞൊരു കോടതി ഇല്ല. ഐ എം കമ്മിങ് ഫ്രം കോട്ടയം കേട്ടോ. ഞാൻ പ്രാക്ടീസിന് വരുന്നത് 92-ലാണ്. അന്ന് കോട്ടയം ജില്ലാ കോടതിയിലാണ് ഈ ഫാമിലി കോടതിയിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഫയൽ ചെയ്യേണ്ടത് ജില്ലാ കോടതിയിലായിരുന്നു. അന്നൊരു 100-ൽ താഴെ കേസേ ഉള്ളൂ ആ കോടതിയിൽ. ഒരു ജില്ലയിലാണ് ഈ പറയണത്. അതിൽ തന്നെ ഒരു 60% ജഡ്ജിമാർ സംസാരിച്ച് കഴിയുമ്പോൾ സെറ്റിലായി പോകും. ഒരു 20% വിസ്താരത്തിലേക്ക് പോയി ഒരു വിധി എഴുതേണ്ടി വരുള്ളൂ ജഡ്ജിമാർക്ക്. ബാക്കി ഇട്ടിട്ട് പോകും ഇടയ്ക്ക് വെച്ച്.
ചിലപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് അങ്ങ് പോവും, അല്ലെങ്കിൽ അങ്ങ് കളഞ്ഞിട്ട് പോവും. അങ്ങനെ ആ സ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിൽ 3-4 കോടതിയുണ്ട്, ആയിരക്കണക്കിന് കേസുകളുണ്ട്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ മനുഷ്യ വിഭവശേഷി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് NSSന്. അതുവരെ മനുഷ്യ വിഭവശേഷി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് NSSന് ഇല്ലായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഈസ് എ പ്രിപ്പറേഷൻ ഫോർ മാരേജ്. ഓക്കെ, ഇതൊരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് പ്രിപ്പയർഡ് ആക്കുന്നു. നിങ്ങളുടെ ആ ചിന്താഗതികളിലേക്കൊക്കെ കുറച്ച് ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ചെറിയ ശ്രമം ഞാൻ നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. എനിക്ക് മുമ്പ് ഇവിടെ അഡ്വക്കേറ്റ് രേഖ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു ഭാരതീയ ദമ്പതി സങ്കല്പത്തെക്കുറിച്ചല്ലേ. അപ്പോൾ അവർ പറഞ്ഞു തന്നില്ലേ, അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ പറഞ്ഞു തന്നില്ലേ. ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ വിഷയത്തിലേക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അതിൻ്റെ വാതിലാണിത്. ആ ഭാരതീയ ദമ്പതി സങ്കല്പം എന്നത് ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആ രൂപമങ്ങ് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ ബുദ്ധിയിലേക്കും നിങ്ങളങ്ങ് ആഴത്തിലിറക്കിക്കൊണ്ട് ചെല്ലണം. ആ അർദ്ധനാരീശ്വര സങ്കല്പം, അതായത് പാർവതി ദേവി ശിവൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, നേർപകുതിയിൽ കൊടിയ തപസ് പാർവതി ദേവി തപസ് ചെയ്താണ് ശിവനെ സ്വന്തമാക്കുന്നത്, പരമശിവനെ സ്വന്തമാക്കുന്നത്. അങ്ങനെ ആ കൊടിയ തപസ്സിൽ ഈ ശിവൻ സംപ്രീതനായി തൻ്റെ നേർപകുതി പാർവതി ദേവിക്ക് കൊടുത്തു, ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഒരു പുരുഷൻ്റെ ഹൃദയത്തിലാണ് ഒരു സ്ത്രീയുടെ സ്ഥാനം. എന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയ പെഡസ്റ്റലിലാണ് നമ്മുടെ സംസ്കാരം സ്ത്രീയെ വെച്ചിരിക്കുന്നത്. പുരുഷനും സ്ത്രീയും തുല്യരാണെന്ന് ഭാരതീയ സംസ്കാരം നമ്മളെ കാണിച്ചു തരിക. ആ സങ്കല്പത്തിൽ ഒരാളും മുകളിലും താഴെയൊന്നുമല്ല, തുല്യരാണ്. സ്ത്രീയും പുരുഷനും ഭാരതത്തിൽ തുല്യ പദവിയാണ് ഒരു കുടുംബത്തിൽ. അതല്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നുമല്ല നമ്മുടെ സംസ്കാരത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? സനാതന ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നവരാണ്. വാട്ട് ഇസ് സനാതന ധർമ്മ? സനാതന എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത്. ധർമ്മം എന്ന വാക്കിന് വളരെ സിമ്പിളായിട്ട് അതിനൊരു ഡെഫിനിഷൻ നമുക്ക് പറയാവുന്നത്, ധർമ്മം എന്ന് പറഞ്ഞാൽ വാല്യൂസ്, മൂല്യങ്ങൾ. അതായത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, വലിയ വലിയ ഡെഫിനിഷൻസ് ഒന്നും വേണ്ട. നമ്മൾ ഈ ലോകത്ത് ചെയ്യപ്പെടേണ്ടത് എന്താണോ അതാണ് ധർമ്മം. മനസ്സിലായോ? വാല്യൂസിനോടുകൂടി, വാല്യൂസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതായത് ഇപ്പോൾ ഞാനിവിടെ ഈ ടോക്കിന് വരണം, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ കിട്ടണം, അതല്ലേ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ എൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം വരുത്തണ്ടേ? വെറുതെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയോ? ഐ ഷുഡ് ഗോ ത്രൂ ഇറ്റ്, ഐ ഷുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഞാനത് ചിന്തിച്ച് വ്യക്തമായ ഒരു രൂപത്തോടു കൂടി ഇവിടെ നിൽക്കാവൂ. അതാണ് എൻ്റെ ധർമ്മം. ഞാൻ ചെയ്യപ്പെടേണ്ടത് എന്താണോ അത് ഞാൻ ഇവിടെ നിന്ന് ചെയ്യേണ്ടതാണ് എൻ്റെ ധർമ്മം. അപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ നമ്മൾ എന്താ അതിന് റിലവൻസി? ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. തിരിച്ച് ഭർത്താവിൽ നിന്ന് എന്താണ് ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു തൻ്റെടവും ഒരു മനസ്ഥിതിയും ഒരു പുരുഷനുണ്ടാവണം. ധാർമ്മികമായി ജീവിക്കാൻ. പണ്ട് ഭാര്യയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്ന വാക്ക് ധർമ്മപത്നി എന്നാണ്, അല്ലേ? പഴയ ആളുകൾ വായിച്ചിട്ടില്ലേ ധർമ്മപത്നി? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ധർമ്മത്തിൻ്റെ പാതയിലൂടെ ഭർത്താവിനെ നയിക്കുന്നവളാണ് ധർമ്മപത്നി. പത്നി, പതിയെ നയിക്കുന്നവൾ. തിരിച്ചല്ല പറഞ്ഞേക്കണത്. ഭർത്താവ് ഭാര്യയെ നയിക്കുമെന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. പതിയെ നയിക്കുന്നവളാണ് പത്നി, ധർമ്മത്തിൻ്റെ പാതയിലൂടെ. അപ്പോൾ ഒരു സ്ത്രീയുടെ സ്ഥാനം എത്ര വലുതാണ് നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരു സ്ത്രീയെ
ഹൃദയം എവിടെ ഇരിക്കുന്നോ ആ ഭാഗത്ത് ഈശ്വരൻ്റെ സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ നമ്മൾ എവിടെയാ കാണിച്ചു കൊടുക്കണേ? ഹൃദയമാണ് കാണിച്ചു കൊടുക്കണ്ടേ. ഹൃദയത്തിലാണ് ഈശ്വരൻ്റെ സ്ഥാനം. നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മുടെ കണ്ണിന് ഗോചരമല്ലാത്ത വളരെ സൂക്ഷ്മമായ ഒരു ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. അത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകുമ്പോഴാണ് മരിച്ചു താഴെ പോണത്. അപ്പോൾ ആ സ്ഥാനത്താണ് നമ്മുടെ പാർട്ട്ണറിനെ ഇരുത്തേണ്ടത്. മനസ്സിലായോ? അപ്പോൾ തിരിച്ചും ഒരു സ്ത്രീ ഒരു പുരുഷനെ അവളുടെ ഹൃദയത്തിനകത്ത് ഇരുത്തണം. അതിന് ഒരു നല്ല ഒരു ഉദാഹരണം എനിക്ക് അതിവിടെ രേഖ പറഞ്ഞോ എന്നറിയില്ല. കാളിദാസൻ്റെ രഘുവംശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? രേഖ കാളിദാസൻ എന്ന് പറയുന്ന ആ കവി എത്ര വർഷം മുമ്പാണ് ജീവിച്ചതെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു 1700 വർഷം മുമ്പ് ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണത് കാളിദാസൻ. 5 BC, ഏകദേശം 5 BC ആ കാലഘട്ടത്തിൽ. നമ്മളിപ്പോൾ 2025 ഇപ്പം എത്ര വർഷം മുമ്പാണ് ആ വലിയ മനുഷ്യൻ ജീവിച്ചിരുന്നത്? അദ്ദേഹം എഴുതിയ ഒരു കാവ്യമാണ് രഘുവംശം. സൂര്യവംശത്തിലെ 29 തോന്നുന്നു, 29 രാജാക്കന്മാരുടെ കഥ പറയുന്ന ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? കാളിദാസൻ അത് എഴുതി തുടങ്ങുന്നത്, അതിൻ്റെ ഒരു 4 വരിയുണ്ട് അതിൽ. അതിൻ്റെ ആ തുടക്കത്തിൽ കാളിദാസൻ അതിന് ഈ പാർവതീ പരമേശ്വരന്മാരോട് ഒരു അനുഗ്രഹം ചോദിക്കുക. എനിക്ക് ഇത് എഴുതാനുള്ള, ഇതിലെ വാക്കുകൾക്ക് അർത്ഥം ഉള്ള വാക്കുകളോടുകൂടി എനിക്കിത് എഴുതാനുള്ള ഒരു ബ്ലെസ്സിങ് തരണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? വാഗർത്ഥവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗദഃ പിതരൗ വന്ദേ ശ്രീ പാർവതീ പരമേശ്വര എന്നാണ്. അതായത് വാഗർത്ഥ പ്രതിപത്തയെ, വാക്കും അർത്ഥവും പോലെ ഒന്നായിരിക്കുന്ന മഹാദേവാന്ന്. വാക്കും അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. വാക്കും അർത്ഥവും പോലെ സമന്വയിച്ചിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാരെ, അതായത് ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായിട്ടാണ് പാർവതീ പരമേശ്വരന്മാരെ നമ്മൾ കണക്കാക്കുന്നത്, നമ്മുടെ സംസ്കാരം കണക്കാക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ വാക്കും അർത്ഥവും പോലെ, ഇതിൽ നല്ലൊരു കമ്പാരിസൺ ഉണ്ടോ? വാക്കും, അത് അവരുടെ ജീവിതം നമുക്ക് മാതൃകയാവണം എന്ന് പറയുന്നതാ. അത് ഞാനിവിടെ എടുത്ത് കോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം അവരെ രണ്ടുപേരെയും ഒരു റോൾ മോഡലാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെക്കുറിച്ച് കാളിദാസൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് വാക്കും അർത്ഥവും പോലെ സമന്വയിച്ച് ഒന്നായിട്ടിരിക്കണം. മരണം വരെ ഒന്നായിട്ടിരിക്കണം. എന്നാൽ അതിനൊരു വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. ശിവനും പാർവതിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. സുന്ദരിയാണ് പാർവതി. പാർവതിയെ പോലെ ബ്യൂട്ടിഫുൾ ഗോഡസാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോഡസാണ് ഹിന്ദുസിൽ പാർവതി ദേവി. അങ്ങനെയുള്ള പാർവതി ദേവി പരിണയിച്ചത് ആരെയാണ്? മുഴുവൻ ഭസ്മവും ഇട്ട് സർപ്പത്തെ കഴുത്തിന് ചുറ്റും ധരിച്ച് പുലിത്തോല് ധരിച്ച് നടക്കുന്ന പരമശിവനെ. എന്തൊരു ഓപ്പോസിറ്റ്സ് ആണെന്ന് ഓർത്ത് നോക്കൂ. നമുക്കൊരു മെസ്സേജ് തരുമോ ഈ തത്വം? നമുക്കൊരു വലിയ മെസ്സേജാണ് തരണേ. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഒരിക്കലും നിങ്ങളെ പോലെ ആയിരിക്കില്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ചോളുക. നമ്മൾ പറയില്ല എൻ്റെ അതേ ടേസ്റ്റ് അയാൾക്കുന്നു, അത് വിഡിത്ത. കോൺഫ്ലിക്ട്സ് വരും അങ്ങനെ വരുമ്പോൾ, രസകരമാവില്ല ജീവിതം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, എനിക്കിഷ്ടം ഫ്രൈഡ് റൈസാണ്, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടം ഫ്രൈഡ് റൈസാണെന്ന് വിചാരിക്കും. രണ്ടുപേരും എന്താ ഓർഡർ ചെയ്യും? ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യും. നേരെ മറിച്ച് എനിക്ക് ഇഷ്ടം ഫ്രൈഡ് റൈസാണ്, ഹസ്ബൻഡിന് ഇഷ്ടം നൂഡിൽസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് തരത്തിൽ ഓർഡർ ചെയ്യും. ആദ്യം നമ്മൾ അത് മാത്രമേ തിന്നുള്ളൂ, കുറച്ച് നാളത്തേക്ക് അത് മാത്രമേ കഴിക്കുള്ളൂ. പതുക്കെ നമ്മൾ അതിൽ നിന്ന് ഇത്തിരി ഷെയർ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങും. പിന്നെ നമ്മളിത് ഷെയർ ചെയ്യാൻ പഠിക്കും. ഇതൊരു ചെറിയ ഉദാഹരണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും
നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറും, നമ്മുടെ ഇഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളുമായി മാറും. വൈരുദ്ധ്യങ്ങളുടെ ചേർച്ചയാണ് ഞാൻ പറഞ്ഞത്. വാക്കും അർത്ഥവും പോലെയാകും അത്. അത്ര ബ്യൂട്ടിഫുൾ ആണ് മാരീഡ് ലൈഫ്. എനിക്കിത് പറയാം, ഐ എം വെരി കണ്ടന്റഡ് വിത്ത് മൈ ലൈഫ്. ഞാൻ സത്യസന്ധമായിട്ട് പറയുക, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇതുവരെ, ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം എന്താണെന്ന് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങളോട്. ആ സന്തോഷം നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഈ ലോകത്തൊന്നും വേണ്ട. ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജോലിയിൽ ഉയരുന്നത് മാത്രമാണോ? ഒരിക്കലും അല്ല മക്കളെ. നമ്മുടെ ഫാമിലി ലൈഫും കൂടെ സൂപ്പറാണെങ്കിലേ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റുള്ളൂ. പുരുഷനും അതെ, സ്ത്രീക്കും അതെ. എവിടെയും അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നമ്മളുടെ ഫാമിലി ലൈഫും നമ്മുടെ ഒപ്പം സന്തോഷമായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പരാജയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇറ്റ്സ് എ യൂണിറ്റി ഓഫ് ഓപ്പോസിറ്റ്സ്. അതിന് പരമശിവനെ നമ്മളിങ്ങനെ പറയുമ്പോഴേ ഇങ്ങനെ പറയും, അതായത് തീയാളും മിഴിയാണ് രുദ്രന്, അല്ലേ? തീയാളുന്ന മിഴിയാണ് രുദ്രന്, തീ പറക്കുന്ന കണ്ണുകളാണ് രുദ്രന്, നെരിപ്പോടാണ് മേനി, ചൂടാണ്, ശരീരം മുഴുവൻ ചൂടായിട്ടായിരിക്കണേ. നീയോ ഹിമാദ്രി കന്യക, അല്ലേ? ഇളം ചൂടും പൊറുക്കാത്തവൾ, നിങ്ങൾ ദമ്പതിമാരായത് എങ്ങനെ ചോദിക്കുക, നിങ്ങൾ ദമ്പതിമാരായത് എങ്ങനെ? തീയും മഞ്ഞും ഇണങ്ങി, തീയും മഞ്ഞും, അല്ലേ? ഹിമവാന്റെ പുത്രിയാണിത്. മഞ്ഞ് പോലെയാ പാർവതീദേവിയുടെ ശരീരം. അങ്ങനെയുള്ള ആ പാർവതീദേവി തീയും മഞ്ഞും ഇണങ്ങി ദമ്പതിയായത് എങ്ങനെ? നിങ്ങൾ തൻ മായാവിലാസമോർത്ത് പുളകം കൊള്ളട്ടെ ഏകത്വം. അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവവും സവിശേഷതയുമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുമ്പോൾ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ്സ്. ഇങ്ങനെയുള്ള അതെങ്ങനെ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഓപ്പോസിറ്റ്സ്, അല്ലേ? വാഗർത്ഥവും പ്രതിപത്തയേ, വാക്കും അർത്ഥവും പോലെ ഒരുമിച്ചിരിക്കുന്ന ആ ദമ്പതിമാരെ പോലെ ആകണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടികളും, കേട്ടോ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ കടന്നു വന്നാൽ ഇൻസെപ്പറബിൾ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റരുത് നിങ്ങളെ. അതുപോലെ സ്നേഹമാവണം, അതുപോലെ പറ്റും, അത് നമ്മളെ കൊണ്ട് പറ്റും. നമ്മളാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന്. അതിന് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എങ്ങനെ എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു, നമ്മളെല്ലാം നമ്മുടെ വിവാഹങ്ങൾക്ക് പോകുമ്പോഴേ നമ്മളിങ്ങനെ പോയിരിക്കും. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളാന്ന് അവിടെ പല ഡാൻസുകൾ കളിക്കും, അല്ലെങ്കിൽ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യും, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ആ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, പോവും. എന്നാൽ ഈ ചടങ്ങുകൾ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ദീസ് റിച്വൽസ്? ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? താലി കെട്ടുന്നു, നമുക്ക് എന്താ ഉള്ളത്? താലി കിട്ടുന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? ദക്ഷിണ കൊടുക്കുന്നു, അല്ലേ? ദക്ഷിണ കൊടുത്താ തുടങ്ങണത്. എന്തിനാ ഈ ദക്ഷിണ കൊടുക്കണേ? എന്തിനാ ഈ താലി കെട്ടണേ? എന്തിനാ ഈ പുടവ കൊടുക്കുന്നത്? എന്തിനാ പ്രദക്ഷിണം വെച്ച് ആ വിളക്കിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണേ? ആരും ഈ റിച്വൽസിൻ്റെ, ഈ ചടങ്ങുകളുടെ ഒരു അർത്ഥതലങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ചടങ്ങിനൊന്നും വലിയ വിലയില്ലാത്ത. ഞാനൊരു കാര്യം പറയാം. ഏറ്റവും കുറവ്, എൻ്റെ വക്കീൽ ജീവിതത്തിൽ ഏറ്റവും കുറവ് ഡൈവോഴ്സ് കേസസ് വരുന്നത് ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ നിന്നാണ്. കാണാറേയില്ല അവരെ ഫാമിലി കോർട്ടിൽ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ റിച്വൽസ് അവരെ കുറച്ചുകൂടെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ടാണോ എന്ന്. ഓരോ മന്ത്രങ്ങളും അർത്ഥം പറഞ്ഞും അതിൻ്റെ അർത്ഥങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ താലിയിട്ട പെൺകുട്ടികളെ, ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൺകുട്ടികളെയും വളരെ വളരെ കുറച്ച് ഫാമിലി, നമുക്ക് ഈ താലി കണ്ടാൽ അറിയാമല്ലോ ഇവരേത് വിഭാഗമാണെന്ന്. കാണാറേ ഇല്ല. അപ്പോൾ സ്പിരിച്വാലിറ്റിക്ക് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഓർക്കുക, നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ചടങ്ങുകളിൽ കൂടെ കടന്നു പോകുന്നത്? വെറുതെ രജിസ്റ്റർ മാരേജ് ചെയ്താൽ പോരെ?
സ്പെഷ്യൽ മാരേജ് ആക്ട് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തിനാ ഈ ചടങ്ങുകൾ, എന്തിനാ ആളുകളെ വിളിച്ചു കൂട്ടണത്, എന്തിനാ ഇങ്ങനെ പൈസ കളയണത്? ആർഭാടം വേണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ ആളുകളെ വിളിച്ചു കൂട്ടണേ എന്തിനാ? അംഗീകരിക്കണം സൊസൈറ്റി, ഈ കുട്ടിയുടെ ഹസ്ബൻഡാണിത്. നമ്മൾ വീട്ടുകാര് ആ മോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരിക ബ്രൈഡായിട്ട്. നമ്മുടെ വീട്ടിലെ ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു ഇങ്ങോട്ട്. ഈ വീട്ടിലെ ആൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു മകനായിട്ട് ചെല്ലുന്നു. ഇത് സമൂഹം അറിയണം. ഈ സമൂഹത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഈ കുട്ടികൾക്ക് കിട്ടണം. ശരിക്കും വിവാഹത്തിന് നമ്മളെ വിളിക്കുന്നത് ശരിക്കും അതിനാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ, ഈ വിവാഹം നടക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കണം എന്നാണ് പറയണേ. ഈ കാണാൻ വരുന്നവരെ ഈ കുഞ്ഞുങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ, കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് ജീവിക്കണേ, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ ഈ കുട്ടികൾക്ക് ജീവിക്കാനൊരു ഇടവരുത്തണേ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പോകുമ്പോൾ. ഏത് കല്യാണത്തിന് പോയാലും ഞാൻ ശരിക്കിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കാണെങ്കിൽ പേടി, ഓരോ വിവാഹം കാണുമ്പോഴും ഇവരുടെ ഈ ആർഭാടമൊക്കെ കാണുമ്പോൾ ദൈവമേ ഈ കുട്ടികൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കും. അത് ഇപ്പോൾ ഒരു വക്കീലൊന്നും ആവണ്ട, എല്ലാവരും ചിന്തിക്കും. പക്ഷെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഈ ചടങ്ങുകൾ, വാട്ട് ഈച്ച് റിച്വൽസ്, വാട്ട് ദേ ഡിനോട്ട്, എന്താണ് ഓരോ റിച്വൽസും എന്താണ് അർത്ഥമാക്കുന്നത് എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം പിന്നെ ഇതെല്ലാം ആരാ തുടങ്ങി വെച്ചേ? സോറി, ആരാ ഇത് തുടങ്ങി വെച്ചേ? നമ്മൾ എവിടുന്നാ ഇതൊക്കെ പഠിച്ചേ? ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. താലി കെട്ടാം, പുടവ കൊടുക്കണം, പ്രദക്ഷിണം വെക്കണം, 7 ചുവടുകളെങ്കിലും വെക്കണം, 7 ചുവടുകൾ വെക്കണം. ഇതൊക്കെ എവിടുന്നാ ഇതൊക്കെ നമുക്ക് കിട്ടിയത്? യജ്ഞവൽക്യ സ്മൃതി എന്ന് പറയുന്ന ഒരു സ്മൃതിയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ റിച്വൽസ് ഫോം ചെയ്തത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ സ്മൃതി? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ഹിന്ദുസിൻ്റെ സീക്രട്ട് ബുക്ക് ഏതാണ്? ക്രിസ്ത്യൻസിൻ്റെ ചോദിക്കാം. ക്രിസ്ത്യൻസിൻ്റെ സീക്രട്ട് ബുക്ക് ഏതാ? ഹോളി ബുക്ക് ഏതാ? ബൈബിൾ. മുസ്ലിംസിൻ്റെയോ? ഹിന്ദുസിൻ്റെയോ? ഗീത, വേദ, പിന്നെ പല 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 ഉത്തരങ്ങളാണ് വരണേ. സി, മോൻ പറഞ്ഞാൽ കറക്റ്റ്. വേദമാണ് ഹിന്ദുവിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥം. മനസ്സിലായോ? അപ്പോൾ വേദം എന്നാൽ എന്താണ്? അതൊരു കുഞ്ഞു പുസ്തകമാണോ? വേദം എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ വിഷയമല്ല എങ്കിലും ഞാനൊരു ഇൻഫർമേഷൻ സേക്ക് പറഞ്ഞു തരുന്നതാ. വേദം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് ശ്രവിച്ച് ദേവഭാഷയായ സംസ്കൃതത്തിൽ ഋഷിമാർ രചിച്ചതാണ് വേദം. അവരുടെ മെഡിറ്റേഷനിൽ അവർ ഈശ്വരനിൽ നിന്ന് ശ്രവിച്ച് മീൻസ് കേട്ട്. അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്നത് വേദത്തിന്. ശ്രുതി എന്നൊരു അനദർ വേർഡ് ഉണ്ട് വേദത്തിന്. അതാണ് വേദം. ഇത് അടുത്ത ഗുരുപരമ്പര സംസ്കാരമുള്ള നമ്മൾ, ഈ ഋഷിമാർ അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നത് അവർ ഓർമ്മയിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ് സ്മൃതി. ഓർത്തെടുത്ത് എഴുതിയിട്ടുള്ളത്. അതാണ് ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം. ശ്രുതി ഈസ് വേദം, വിച്ച് ഈസ് അത് ഈ വേദങ്ങൾ സ്കാറ്റേർഡ് ആയിരുന്നു. പല പല വിഷയങ്ങൾ പല പല ഋഷിമാരെഴുതി. വ്യാസൻ എന്ത് ചെയ്തു എന്നറിയോ? വ്യാസൻ, നമ്മൾ സയൻസിനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പാർട്ടീഷൻ ചെയ്തിട്ടില്ലേ? അതുപോലെ ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, അങ്ങനെ സാമവേദം എന്ന് നാലായിട്ട് പകുത്തു, പാർട്ടീഷൻ ചെയ്തു. 4ആയി വ്യസിച്ചു മീൻസ് പാർട്ടീഷൻ ചെയ്തു. അങ്ങനെ വ്യസിച്ചവനായതുകൊണ്ടാണ് വ്യാസൻ എന്ന പേര് വന്നത്. ശരിക്കും വ്യാസന്റെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ് ശരിക്കുള്ള വ്യാസന്റെ പേര്. പിന്നെ ഈ വേദത്തെ എടുത്ത്, എന്തു വലിയ ജോലിയാന്ന് ആലോചിക്കണം, വേദത്തെ എടുത്ത് കമ്പൈൽ ചെയ്തു 4ആയിട്ട്. അപ്പൊ ഇതാണ് വേദം കേട്ടോ. ഇനി ആർക്കും തെറ്റരുതേ, നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ.
മനസ്സിലായോ? നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ. അപ്പോൾ സ്മൃതി, യജ്ഞവൽക്യൻ എന്ന് പറയുന്ന ഋഷി എഴുതിയതാണ് യജ്ഞവൽക്യ സ്മൃതി. ആ സ്മൃതിയിൽ നിന്ന് അടർത്തിയെടുത്തതാണ് ആചാരങ്ങൾ പലതും. ആ ആചാരങ്ങളുടെ ഭാഗമാണ് നമ്മളുടെ താലി, നമ്മുടെ താലി കെട്ടുന്നത്, നമ്മൾ പുടവ കൊടുക്കുന്നതൊക്കെ. അപ്പം നമ്മുടെ വിവാഹം ചടങ്ങ് തുടങ്ങണേ എങ്ങനെയാ? നമ്മൾ ദക്ഷിണ കൊടുത്തുകൊണ്ടാണ് തുടങ്ങണേ, അല്ലേ? അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കും. അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കുന്നത് എന്തിനാ? അതുവരെ 10-24 വർഷം നമ്മളെ നോക്കി, ഒരു 25 വർഷമെങ്കിലും നമ്മളുടെ എല്ലാം, നമ്മുടെ കുഞ്ഞു വാവയായിരിക്കുമ്പോൾ നമ്മൾ മൂത്രമൊഴിക്കും, അപ്പിയിടും, അവർ രാത്രി ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്ക് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞ് വലുതാവും തോറും കുസൃതികൾ കാണിക്കും. നമ്മൾ പിന്നെ പഠിക്കാൻ പുറകോട്ടേക്ക് പോവും, ചിലപ്പോൾ മുമ്പോട്ടേക്ക് വരും. നമ്മുടെ ജയങ്ങൾ, തോൽവികൾ, നമ്മളുടെ എല്ലാ ടാൻട്രംസും സഹിച്ച അച്ഛനോടും അമ്മോടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണേന്ന് പറഞ്ഞാണ് ആ കാലി തൊട്ടി തൊഴണം. അതിനേക്കാളുപരി താങ്ക്സ് ഗീവിങ് ആണത്. എന്നെ ഇത്രയും വളർത്തി എനിക്കൊരു ജീവിതത്തിലേക്ക് എന്നെ കയറ്റി വിടുന്ന അച്ഛനും അമ്മയ്ക്കുള്ള താങ്ക്സ് ഗീവിങ് ആണത്. ഇപ്പോഴും എനിക്കതാ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് തൊഴുന്നത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും സങ്കടം വരും. എന്തിനാന്ന് അറിഞ്ഞൂടാ. ആ കാല് തൊട്ട് തൊഴുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി മെസ്സേജ് ഉണ്ട് മക്കളെ. നിങ്ങൾ അത്രയും കാലം ആ അച്ഛനും അമ്മയ്ക്കും എന്ത് സങ്കടം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് പറയുന്ന ക്ഷമയാണ് ആ കാല് തൊട്ട് തൊഴുത് ആ ദക്ഷിണ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിന്, നമ്മുടെ കാർന്നോന്മാർക്ക് റെസ്പെക്റ്റോടുകൂടി നമ്മൾ അവരോട് എന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞോ, ഗുരുപരമ്പരകൾക്ക്, ഗുരുക്കന്മാർക്ക് കൊടുക്കും ദക്ഷിണ. നല്ല നല്ല ഫാമിലീസിൽ കുട്ടികളെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും കൂടെ കൊടുക്കും. ഗുരുവിനെയും കൂടെ വന്നിച്ചാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വെറുതെ ഒരു വെറ്റയും പാക്കും ഒരു ഇതും കൂടെ കൊടുക്കുന്നതല്ല, അതിൻ്റെ പുറകിലുള്ള ഒരു തത്വം ഇതാണ്. അതാണ് അവരാ ചെയ്യുന്നത്. അടുത്തത് എന്താ? നമ്മൾ നിലവിളക്കാണ് ആദ്യം, അല്ലേ? വിളക്ക് കത്തിക്കുക. അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. അഗ്നിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വൈബ്സ് മാത്രമേ നിലവിളക്കിൽ നിന്ന് വരുള്ളൂ. നമ്മൾ 5 തിരിയിട്ട വിളക്കാണ് കത്തിക്കുക. 2 തിരിയിടുന്നതിന് ഈ വിളക്ക് കത്തിക്കുമ്പോൾ ഇല്ലേ, ആ വിളക്ക് കത്തിക്കുമ്പോൾ വരുന്ന എനർജി അളക്കുന്ന ഒരു ഡോർസൽ റോഡുണ്ട്. അപ്പോൾ ആ റോഡിൽ നിന്ന് മനസ്സിലാക്കാം ഈ എനർജിയുടെ ഒരു എഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന്. 2 തിരി വെച്ച് കത്തിക്കുന്നതും 3 തിരിയിടുന്നതും 5 തിരിയിടുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിൽ 2 തിരിയ ഇടുക, ഒക്കേഷൻസിന് 5 തിരിയിടുക. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ രാവിലെ 5 തിരിയിട്ട് കത്തിക്കും. ഐശ്വര്യം ഉണ്ടാവാനാണ് 5 തിരി. അപ്പം ഈ 5 തിരിയിൽ നിന്ന് വരുന്ന നല്ല എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ച ആ പ്രകാശത്തിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വൈബ്സ് ആ വിവാഹം നടക്കുന്ന മുഴുവൻ സ്ഥലത്തേക്ക് എമിറ്റ് ചെയ്യാനാണ് വിളക്ക് കത്തിച്ചു വയ്ക്കുന്നത്. ആ ആചാരം അതിനാണ്. അടുത്തത് എന്താ? നിറബറ വെച്ചാണ് നമ്മൾ കത്തിക്കുന്നത്, അല്ലേ? നിറബറയും നിലവിളക്ക്. നിറബറ എന്താ? ഈ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് ജീവിതം മുഴുവൻ സമൃദ്ധി ഉണ്ടാവണേ എന്നാണ് അതിൻ്റെ അകത്തെ കൺസെപ്റ്റ്. ഇത് ഭംഗിക്കും നമ്മൾ എന്താ പറയണേ, എന്തോ പറയുമല്ലോ, ഈ കല്യാണത്തിനെല്ലാം ഒരുക്കണ ആളുകളെ ഇവന്റ് മാനേജ്മെന്റ് അല്ല മക്കളെ അത്. ദാറ്റ് ഈസ് ആക്ച്വലി ദ റിച്വൽ വിച്ച് ഈസ് ബീങ് ഫോളോഡ് ബൈ അസ്. ആ റിച്വൽ, ആ നിറബറ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. സമൃദ്ധി കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വിവാഹിതരാവാൻ. മനസ്സിലായോ? ഇപ്പം നമ്മൾ നല്ല ശകുനം കാണണം എന്ന് പറയില്ലേ, നല്ല ശകുനം കണ്ടുകൊണ്ട് പോയാൽ നല്ലതായിരിക്കും എന്ന് പറയില്ലേ. അപ്പം ആ സമൃദ്ധിയെ കാണിക്കുന്നതാണത്. അടുത്തത് താലി. ഈ താലി 3 പ്രാവശ്യം പുരുഷൻ കെട്ടും. 3 പ്രാവശ്യം താലി കെട്ടണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? താലി ഇങ്ങനെ വെക്കും, എന്നിട്ട് ഈ ഭർത്താവ് വരൻ 2 പ്രാവശ്യം കെട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3ാമത്തെ തവണ കെട്ടാൻ ആ സിസ്റ്റർ പുറകിൽ വന്ന് നിൽക്കും. നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? 3ാമത്തെ തവണ കെട്ടാനായിട്ട് പയ്യൻ്റെ സിസ്റ്ററാണ് അവിടെ വന്ന് നിൽക്കുക. സ്വന്തം സിസ്റ്റർ ഇല്ലെങ്കിൽ വകയിലുള്ളൊരു സിസ്റ്റർ അവിടെ വന്ന് നിൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തിനാ? അത് ചിന്തിക്കണം. ഇതാണ് അതിലെ ആ തത്വം പറയുന്നത്. ഈ താലിയിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ 3 പേരും വസിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അതായത് ഈശ്വരൻ്റെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് നമുക്ക് ഈ താലിയുടെ കൂടെ കിട്ടുക. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ താലി ആദ്യത്തെ തവണ കെട്ടുമ്പോൾ ഈശ്വരനോടുള്ള ആ പെൺകുട്ടിയുടെ ബന്ധം, 2ാമത്തെ കെട്ടുമ്പോൾ ഭർത്താവുമായുള്ള ബന്ധം കെട്ടുറപ്പുള്ളതാക്കുക. മനസ്സിലായോ?
ആദ്യത്തെ കെട്ടുമ്പോൾ ആ പെൺകുട്ടിക്ക് ഈശ്വരനോടുള്ള ബന്ധം കെട്ടുറപ്പുള്ളതാക്കുന്നു. രണ്ടാമത്തത് കെട്ടുമ്പോൾ ഭർത്താവുമായുള്ള ബന്ധം കെട്ടുറപ്പുള്ളതാക്കുന്നു. അപ്പോഴേക്കും വരിക സിസ്റ്റർ. ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന കുടുംബവുമായുള്ള ബന്ധം കെട്ടുറപ്പുള്ളതാക്കുന്നു. കണ്ടോ? ഇത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമുക്കിതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇനി ഒരു വിവാഹം കാണുമ്പോൾ, ഇനി നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ, ആദ്യത്തെ ഭർത്താവ് കെട്ടുമ്പോൾ ഞാൻ ഈശ്വര എനിക്ക് അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ ഭർത്താവ് കെട്ടുമ്പോൾ, വരൻ കെട്ടുമ്പോൾ ഞങ്ങളെ എന്നും പാർവതീ പരമേശ്വരന്മാരെ പോലെ ഇൻസെപ്പറബിൾ ആക്കണേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത് എനിക്ക് ഈ കുടുംബവുമായി ചേർന്ന് ജീവിക്കാൻ സാധിക്കണേ. മനസ്സിലായോ? അതോടുകൂടി ഈ പെൺകുട്ടിക്ക് മാത്രമല്ല ഈ ഉത്തരവാദിത്വം, ഈ ആൺകുട്ടിക്കും തിരിച്ചങ്ങനെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ നീയുമായുള്ള നിന്റെ കുടുംബവുമായും എൻ്റെ ബന്ധം കെട്ടുറപ്പുള്ളതാക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ. ഇതൊന്നും പറയുന്നില്ല ആരുമെങ്കിലും അതായിരിക്കണം മനസ്സിൽ. ഇത് കെട്ടുമ്പോൾ പെൺകുട്ടിയുടെ മനസ്സിലെന്താ വേണ്ടത്? ഞാൻ ഈ വീടുമായിട്ട് ഞാൻ ചേർന്ന് ജീവിക്കാൻ എനിക്ക് ഈശ്വരൻ അനുഗ്രഹം തരണേ. ഇത് കെട്ടുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലെന്താ വേണ്ടേ? ഈ എൻ്റെ ഇടതുവശത്ത് താലി കെട്ടണവരെ വലത്തുവശത്താണ് ഇരുത്തുക. താലി കെട്ടിക്കഴിയുമ്പോഴേ ഇങ്ങനെ വന്ന് ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് വാമഭാഗമാകുന്നത്. ഇതിലൊക്കെ റിച്വൽസിനൊക്കെ അർത്ഥമുണ്ടെന്ന് പറയുന്നത് ഇതാ. ഓക്കെ, അപ്പോൾ ഇനി ഓർത്തോണം കേട്ടോ. നമ്മുടെ ബന്ധത്തെ കെട്ടുറപ്പുള്ളതാക്കുന്നത് മരണം വരെ നിലനിൽക്കാനാണ്. അത് ഒരിക്കലും അതിനൊരു മാറ്റം വരാൻ പാടില്ല. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മോതിരം ഇടും, ഇല്ലേ? അതൊരു സ്നേഹമുദ്രയാണ് കാണിക്കുന്നത്, സ്നേഹമുദ്ര. എന്നാൽ ഈ മോതിരവും താലിയും ഒന്നും അല്ല നിയമത്തിൽ പറയുന്നത് കേട്ടോ. ഒരു വക്കീലല്ലേ ഞാൻ, അതും കൂടെ പറഞ്ഞു തരണ്ടേ. പുടവ കൊടുക്കുക എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്ന ഒരു റിച്വല്. ഹിന്ദു റൈറ്റ്സ് ആൻഡ് സെറമണീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പുടവ കൊടുക്കുക എന്ന്. അതെന്താ? ഈ കുട്ടിക്ക് വസ്ത്രം ഇല്ലാതിരിക്കുകയാണോ പുതിയത് കൊടുക്കുന്നത്? അതിൻ്റെ പുറകിലെ തത്വം എന്താണെന്നറിയാമോ? വസ്ത്രം ഇല്ലാതിരുന്നാലുള്ള ഒരാളുടെ സ്ഥിതി എന്താ? മാനം പോയി, അല്ലേ? അപ്പോൾ നിന്റെ മാനം ഞാൻ കാത്തോളാം എന്നുള്ള ഒരു വാഗ്ദത്തമാണ് അവിടെ. ഒരു പുതിയ ഒരു പുതുവസ്ത്രം നൽകുമ്പോൾ ഭർത്താവ് ഭാര്യയെ, മക്കളെ, ഈശ്വരൻ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഈക്വൽസ് ആണ്. നമ്മൾ വീട്ടിലും നമ്മൾ ഓഫീസിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ഈക്വൽസ് ആണെങ്കിലും ഈ ഘടനയ്ക്ക് വ്യത്യാസമില്ലേ? കായിക ബലത്തിൽ ഒരു പുരുഷനാണ് സ്ത്രീയേക്കാൾ ശക്ത. ശാരീരിക കാരണം എന്താണെന്നറിയോ? സ്ത്രീയുടെ ശരീരം ഒരു കുട്ടിയെ പ്രസവിക്കത്തക്ക രീതിയിൽ ഫ്ലെക്സിബിളാണ്. കുഞ്ഞ് പുറത്തേക്ക് വരണ്ടേ? അവയവങ്ങൾ അതിനനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഈശ്വരൻ തന്നിരിക്കുന്നത്. അതിനൊന്നും ഒരു പുരുഷൻ വിചാരിച്ചാൽ പ്രസവിക്കാൻ പറ്റുമോ? ഒരു പുരുഷൻ വിചാരിച്ചാൽ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റുമോ? ഈ രണ്ട് അവയവവും ഒരു സ്ത്രീക്കാണ് ഈശ്വരൻ തന്നത്. അപ്പോൾ ഉത്തരവാദിത്വം വളരെ വലുതാണ്. കുറച്ചൊന്നുമല്ല ഉത്തരവാദിത്വം. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോൾ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. അത് കാര്യം വേറെ. പക്ഷേ ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രകൃതിയോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? ഈശ്വരനോട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ? എന്തേ എനിക്ക് തന്നില്ല ഗർഭപാത്രം എന്ന് ചോദിക്കാൻ പറ്റുമോ ഒരു പുരുഷന്? അപ്പോൾ ഒരു പുരുഷൻ്റെ ശരീരഘടനയിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സ്ത്രീയുടെ ഘടന. ഇതെൻ്റെ ആറ്റിറ്റ്യൂഡാട്ടോ. നിങ്ങൾക്ക് എന്നോട് ചിലപ്പോൾ ഒപ്പോസ് ചെയ്യാൻ പോയിന്റ്സ് ഉണ്ടാവും. ഇതെൻ്റെ ഒരു വ്യാഖ്യാനം. അപ്പോൾ പുരുഷനോടൊപ്പം ഒരു സ്ത്രീ കഴിയുമ്പോൾ അവൾക്ക് ഒരു പുരുഷൻ അത് ഈ കായിക ബലത്തിൽ പുരുഷൻ ശക്തനായത്. ചിലപ്പോൾ ഒരു സ്ത്രീ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും ഇടിക്കുകയായിരിക്കും, കരാട്ടയിലും ഇടിക്കുകയായിരിക്കും. അത് എക്സെപ്ഷൻസ്, വി കനോട്ട് ടേക്ക് ദം ആസ് എക്സാമ്പിൾസ്. ഒരു 1000 സ്ത്രീകളെ എടുത്താൽ അതിൽ ഒരാൾക്കല്ലേ അത് പറ്റുള്ളൂ. ഒരാൾക്ക് പോലും പറ്റുമെന്ന് സംശയമാണ്, അല്ലേ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുള്ളിടത്ത് എത്ര പേരുണ്ട് ബോഡി ബിൽഡിങ്ങിൽ പുരുഷനേക്കാൾ മിടുക്കിയരായിട്ടുള്ളവർ? വളരെ കുറച്ച് പേര്. അതവർ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ആകുന്നു. നമുക്ക് അങ്ങനെ അവരെ ഉദ്ദേശിച്ച് നമുക്കൊരു പ്രപഞ്ചത്തിലൊരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പ്രപഞ്ച നിയമം ആരും എഴുതിയതല്ല, അത് അലിഖിതമാണ്, അല്ലേ? അപ്പോൾ ഒരു പുരുഷൻ്റെ ആ കായിക ബലത്തിലുള്ള ശക്തി കൊണ്ടാണ് പുരുഷൻ ഒരു സ്ത്രീക്ക് പുടവ കൊടുത്ത് നിന്നെ ഞാൻ
സംരക്ഷിച്ചോളാം, നിന്റെ മാനം ഞാൻ കാത്തോളാം എന്നുള്ള ഒരു വലിയ മെസ്സേജോട് കൂടി കൊടുക്കണം. ഇതൊന്നുമില്ലാതെ പോയി രജിസ്റ്റർ മാരേജ് ചെയ്താൽ ഇത് വല്ലതും നമ്മുടെ തലയിൽ കൂടെ പോവുമോ? ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ കല്യാണം കഴിക്കാം, ജീവിക്കാം. പക്ഷെ ഇത് നമ്മുടെ സംസ്കാരം, ഇത് നമ്മുടെ പാരമ്പര്യം, ഇത് നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ? ഒരിക്കലും നശിക്കാത്തതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത്. നിങ്ങൾ നിലനിർത്തണ്ടേ? നിങ്ങൾ വേണ്ടേ നിലനിർത്താൻ? ഞങ്ങളുടെയൊക്കെ കാലം മുക്കാല് കഴിഞ്ഞു. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു തരണ്ടേ? അതിനാണ് ഈ ക്ലാസ്, ഈ സംസ്കാരത്തെ നിലനിർത്താൻ. അപ്പോൾ ആ പുടവ കൊടുക്കുന്നു, സമൂഹം അംഗീകരിക്കുന്ന ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. നിങ്ങൾ ഓർക്കുക, രാമായണം രചിക്കപ്പെട്ടിട്ട് എത്ര കാലമായി? 5000 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. രാമായണത്തിൽ ജനക മഹാരാജാവ്, ദാറ്റ് ഇസ് ഫാദർ ഓഫ് സീതാദേവി, കേട്ടോ, സീതാദേവിയെ ഉഴവുചാലിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ സീതാദേവിയെ വളർന്നത് ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ടാണ്. ജനക മഹാരാജാവ് ശ്രീരാമചന്ദ്രനോടൊപ്പം സീതാദേവിയെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ പറഞ്ഞ സെൻറ്റൻസ് എന്താണെന്നറിയാമോ? നീ എന്നും രാമന് നിഴലായി വർത്തിക്കണം എന്നാണ്. രാമന് നിഴലായി വർത്തിക്കണം എന്ന്. പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, നിഴൽ എങ്ങനെയാ പോണേ? പുറകിലാണോ മുമ്പിലാണോ? മുമ്പിലാ പോണേ. നമ്മളിങ്ങനെ നടക്കുമ്പോഴേ നിഴൽ മുമ്പേ പോവും. ശ്രദ്ധിച്ചോളൂ, ഇനി നിഴൽ മുമ്പേ പോവും. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ഈ ദശരഥ മഹാരാജ് ഈ വലിയ ബോംബ് പൊട്ടിച്ചില്ലേ, ഇങ്ങനെ 14 വർഷം വനവാസത്തിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ വിവരം പോയി സീതാദേവിയോട് പോയി പറയുന്നൊരു ഭാഗമുണ്ട് രാമായണത്തിൽ. അത് വാൽമീകിയുടെ രാമായണത്തിലേ ഉള്ളൂ. വാൽമീകിയാണ് രാമായണം എഴുതിയതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അത് കഴിഞ്ഞ് ഈ കേരളത്തിൽ എഴുത്തച്ഛൻ, മലയാളത്തിൻ്റെ പിതാവായ എഴുത്തച്ഛൻ രാമായണം എഴുതി. അത് കുറച്ചൊരു വ്യത്യസ്ത. ഈ വാൽമീകിയുടെ രാമായണത്തിന് നിന്നും ചില ഭാഗങ്ങളൊന്നും അതിലില്ല. അത് കുറച്ചുകൂടെ സ്പിരിച്വലാണ്. എഴുത്തച്ഛൻ്റെ വാൽമീകിയുടെ രാമായണം വായിക്കണം. അപ്പോൾ അതിൽ കുറേ നല്ല ഭാഗം ഇതിലുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ശ്രീരാമചന്ദ്രൻ ചെന്ന് സീതാദേവിയോട് പറയും, എനിക്ക് 14 വർഷം കാട്ടിലേക്ക് പോകാൻ ഞാൻ ഫോഴ്സ്ഡാണ്, ഞാൻ പോകും, ഞാൻ പോയി വരുന്നത് വരെ നീ ഇവിടെ അന്തഃപുരത്തിൽ കഴിയണം, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്, നീ അവരുടെ കൂടെ കഴിയണം എന്ന് പറയുമ്പോൾ സീതാദേവി പറഞ്ഞതെന്നറിയോ? ഞാൻ മുമ്പേ നടക്കും. എൻ്റെ അച്ഛൻ എനിക്ക് അങ്ങനെയാണ് ഉപദേശിച്ചു തന്നേക്കണേ. നിങ്ങളുടെ നിഴലായി വർത്തിക്കണമെന്നാണ് എന്നെ അച്ഛൻ ഉപദേശിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പേ നടക്കും. മുമ്പേ നടന്ന് കൂർത്ത മുള്ളുകൾ ദോഷമില്ലാത്ത രീതിയിൽ, അതായത് നടന്ന് പതിഞ്ഞില്ലേ ആ മുള്ളുകൾ, ആ പതിഞ്ഞ വഴികളിലൂടെ അങ്ങൻ്റെ പുറകെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഒരു സ്ത്രീയുടെ സ്ഥാനം നോക്കൂ. സ്ത്രീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ളതല്ല അവിടെ, സ്ത്രീയാണ് നയിക്കുന്നത് അവിടെ. ഞാനിതൊക്കെ അങ്ങനെയാട്ടോ ഞാനിതിനെ കാണുന്നത്. ഇപ്പം ഞാൻ ഈ എൻ്റെ ടോക്കിൽ എൻ്റെ ഒരു വ്യൂ പോയിന്റ് അല്ലേ വരിക. നിങ്ങൾക്കത് വ്യത്യസ്തമായി ചിന്തിക്കാം, അതൊക്കെ കാര്യം വേറെ. നമ്മുടെ എല്ലാം അങ്ങനെയാണ്, നമുക്ക് വ്യാഖ്യാനിക്കാം, എങ്ങനെയും വ്യാഖ്യാനിക്കാം. നമുക്ക് മനസ്സിലായോ? ഇതിനങ്ങനെ വ്യാഖ്യാനിച്ചൂടെ? ഒരു സ്ത്രീയുടെ പവർഫുള്ളായിട്ടുള്ള മൈൻഡ്, ഒരു സ്ത്രീയുടെ സ്ട്രെങ്ത്ത്, ഒരു ഭർത്താവിൻ്റെ ഒരു 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 നിർമ്മലമായ ആ ഒരു ജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം, സന്തോഷമായിട്ട് ജീവിക്കാൻ. അപ്പോൾ ആ നിഴലായി വർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അത് 5000 വർഷം മുമ്പ് പറഞ്ഞത് ഇന്നും റിലവൻ്റ് അല്ലേ മക്കളെ? ഇന്നും റിലവൻ്റ് അല്ലേ? അതുപോലെ ഈ കാളിദാസൻ്റെ ശാകുന്തളത്തിൽ കണ്വ മഹർഷി ശകുന്തളയ്ക്ക് ഉപദേശിക്കുന്ന കുറേ ഭാഗമുണ്ട്. ശാകുന്തളം പഠിച്ചിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? ശാകുന്തളത്തിൽ ഈ ശകുന്തളെ ദുഷ്യന്തൻ്റെ വീട്ടിലേക്ക് വിടുമ്പോൾ കുറേ ഉപദേശമുണ്ട്. ഈ കണ്വ മഹർഷി മീൻസ് അതൊരു കാട്ടിലാന്ന് ആലോചിക്കണം. ഇന്ന് റിലവൻ്റ് ആ ഭാഗം. ആരെങ്കിലും ഒന്ന് പോയി ഒന്ന് നോക്കൂ കേട്ടോ. ആ ഭാഗം ഞാനിവിടെ പറയണില്ല, നിങ്ങളൊന്ന് ഒരു റിസർച്ചിന് വിട്ടുതരാം. എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുക്കണമെന്ന്. ഇന്നും ഒരു അച്ഛൻ മകൾക്ക് കൊടുക്കേണ്ട ഉപദേശം അത്. അവിടെ ചെന്നിട്ട് ജോലിക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വരെ കണ്വ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായോ? എങ്ങനെയായിരിക്കണം, കുറേ സ്ത്രീധനോ അങ്ങനെയൊക്കെ എല്ലാം അങ്ങനെയാണ് പണ്ടൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം. നിറയെ സെർവൻസും നിറയെ ഗോൾഡും നിറയെ കുതിര ആനയൊക്കെ ആയിട്ടാണ് പോണേ. ഇന്നത്തെ കാറിന് പകരം
പക്ഷെ നീ അവിടെ പോയി എങ്ങനെ ജീവിക്കണം, എത്ര വിനയത്തോടെ ജീവിക്കണം, എത്ര താഴ്മയോടെ ജീവിക്കണം, എത്ര ബുദ്ധിപരമായി ജീവിക്കണം, യുക്തിപരമായി ജീവിക്കണം, അങ്ങനെയാണ്. അല്ലാതെ നീ ഭർത്താവിന് കീഴേ ജീവിച്ചോണം എന്നൊന്നും ആരും പഠനം കൊടുത്തിട്ടില്ല. ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ജീവിക്കണം എന്നേ നമ്മുടെ എല്ലാ സ്ക്രിപ്റ്റേഴ്സും പറയുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്നത് റിച്വൽസിൻ്റെ ഒരു മീനിങ്സ് അല്ലേ, എന്തിനാണ് നമ്മുടെ റിച്വൽസ്. അടുത്തത്, നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ? നമുക്ക് ഏതിനും ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ, ഇല്ലേ? ഒരു എന്ത് കാര്യം ചെയ്യും, ഇപ്പം ഇവിടെ വരണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ? വിവാഹപ്രായമാവണം. അല്ലാതെ 15 വയസ്സായ കുട്ടിയെ ഇരുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ശരി മോളെ, അപ്പോൾ ഒരു വിവാഹിതരാവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് ഒന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനായി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. അതായത് നിങ്ങളുടെ കുറവുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, നിങ്ങൾക്കുള്ള ഗുണങ്ങൾ കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്യാൻ, കുറച്ചുകൂടെ അതിനെ എൻഹാൻസ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് ഈ ക്ലാസ്. നിങ്ങൾക്കുള്ള കുറിപ്പ് അതിന് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്വാളിഫൈഡ് ആവേണ്ടത്? നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ഫിസിക്കൽ മെച്യൂരിറ്റി വേണം. ശാരീരികമായി നിങ്ങൾക്കൊരു പക്വത വേണം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വിവാഹിതരാകത്തക്ക രീതിയിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ലീഗലൈസ് ചെയ്യുകയാണ് ഒരു വിവാഹം വഴി, അല്ലേ? ഭാര്യാഭർത്തൃബന്ധം പുലർത്താനായിട്ടുള്ള ഒരു ലീഗലൈസ്ഡ് റിലേഷനാണ് മാരേജ്, അല്ലേ? നമുക്ക് വിവാഹിതരല്ലാത്ത ഒരാളുമായി നമ്മളൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരു ശരിയല്ലാത്ത ബന്ധമാണ്, അല്ലേ? അതൊന്നും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന ഒരു ബന്ധമല്ല. വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഓർഗൻസ് പെർഫെക്റ്റ് ആണോ? പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ? അവർക്ക് അവരുടെ പീരീഡ്സിന് എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷനിങ് അവരുടെ ഓർഗൻസിനുണ്ടോ? നിങ്ങൾക്ക് അതല്ലാതെ ഉള്ള നിങ്ങൾക്ക് ഒരു ആൺകുട്ടികളും കൂടെ ഉണ്ട്, നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആയിട്ട് ഒരു 14 days ആവുമ്പോഴേക്കും ഓവുലേഷൻ ടൈം ആവും. സോ ദേ വിൽ നോ വാട്ട് ഇസ് ഹാപ്പനിങ് ടു ദം. അവർക്ക് അവരുടെ ഫീലിങ്സിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, അവർക്ക് അവരുടെ ഡിസ്ചാർജസ് വരും, അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ വളരെ ഫ്രിജിഡാണ്. നിങ്ങൾക്ക് ആരോടും ഒരു പ്രേമം എന്ന് പറയുന്ന വികാരം ഉണ്ടല്ലോ, മനുഷ്യൻ മരിക്കണ വരെ നമുക്ക് തോന്നുന്ന ഒരു വികാരമാണ്. പ്രേമം തോന്നാത്ത ആരുമില്ല ഈ ലോകത്ത്. നിങ്ങൾക്ക് അതും തോന്നില്ല. നിങ്ങൾ വളരെ ഫ്രിജിഡാണ്. ഇപ്പം നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു. ഞാൻ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ആൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. പെൺകുട്ടിയെ ഈ ഭർത്താവ് ഈ കല്യാണം കഴിക്കാൻ പോണ വുഡ് ബി വിളിക്കുന്നു, ഒരു വികാരം ആ കുട്ടിക്ക് തോന്നണില്ല. എനിക്ക് വന്ന കേസുകളിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോട് പ്രത്യേകം പറയാം, പെൺകുട്ടികൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പെൺകുട്ടികളുടെ അമ്മമാരാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കൂടുതലും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക, അവിടെ എന്തോ കുഴപ്പമുണ്ട്. ആ കുട്ടിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അത് അവൾക്ക് വേറെ ബന്ധമുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട. ചിലപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബട്ട് ഷീ ഈസ് ഫ്രിജിഡ്, ഷീ ഡസൻ ഹാവ് എനി ഫീലിംഗ്. അവൾക്ക് അങ്ങനെ വേറൊരു വികാരവും തോന്നുന്നില്ല. കല്യാണം കഴിക്കാൻ പോണ ആൺകുട്ടി ഫോണിൽ കൂടെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവളൊരു ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുള്ളെങ്കിൽ യു ഹാവ് സം പ്രോബ്ലം. അപ്പോൾ ഇതെനിക്കറിയാം, എൻ്റെ പ്രോബ്ലം എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ വ്യക്തിപരമായ പ്രോബ്ലംസ് സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ അറിയില്ല. ഒരു കേസിൽ ഞാൻ ഒരു ആൺകുട്ടി, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൺകുട്ടി കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ തൊട്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരു ആൺകുട്ടി അവിടെ വൈഫ് എൻ്റെ അടുത്ത് ക്ലയൻ്റായിട്ട് വന്നു. കല്യാണം കഴിഞ്ഞിട്ടൊരു 8 മാസം 9 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ഹിന്ദുസിൻ്റെ കല്യാണം ഡിവോഴ്സിലേക്ക് പോകണമെങ്കിൽ 1 വർഷം കഴിയണം. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാലേ നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ വിവാഹം അസാധുവാക്കാനായിട്ട് കേസ് കൊടുക്കാൻ പിറ്റേ ദിവസം കൊടുക്കാം. അപ്പോൾ അങ്ങനെ അസാധുവാക്കാൻ കൊടുത്ത കൂട്ടത്തിൽ ഞാനൊരു വലിയ തുക നഷ്ടപരിഹാരം ചോദിച്ചു. കേസ് അതിൻ്റെ അകത്ത് എഴുതിയിരുന്നു.
അയാൾക്കിത് അറിയാമല്ലോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരുഷന് അറിയാം അവൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ആ ഇമ്പോർട്ടൻസിക്ക് ഞാൻ വലിയ തുക കോമ്പൻസേഷൻ ചോദിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ കിടക്കുന്ന വസ്തു ജപ്തി ചെയ്യാൻ അതിൻ്റെ അകത്തൊരു പെറ്റീഷൻ ഇട്ടു. എന്നിട്ടപ്പോൾ കോടതി എന്നോട് ചോദിക്കുക, മകൻ്റെ കുറവിന് അച്ഛൻ്റെ വസ്തു എന്തിനാ ജപ്തി ചെയ്യണേ വക്കീലെ? ഹൗ ക്യാൻ ദ ഫാദർ നോസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസി ഓഫ് ദ സൺ? ശരിയല്ലേ? അവർ തന്നില്ലേ, ജപ്തി തന്നില്ല. ജസ്റ്റിസ് സോഫി, അവരന്ന് ഞങ്ങളുടെ ഫാമിലി കോർട്ട് ജഡ്ജായിരുന്നു. സോഫി മാഡം പിന്നെ ഹൈക്കോടതി ജഡ്ജ് സോഫി തോമസ്, ജസ്റ്റിസ് സോഫി തോമസ് മാഡം എന്നോട് ചോദിച്ചാൽ ഹൗ ദ ഫാദർ ആൻഡ് മദർ ക്യാൻ നോ ദാറ്റ് ദ ബോയ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഹൗ ക്യാൻ ഐ അറ്റാച്ച് ഹിസ് പ്രോപ്പർട്ടി? അങ്ങനെയൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അവർ ഹൈക്കോടതി ജഡ്ജായി. അങ്ങനെ ആയി. ഭയങ്കര ഒത്തിരി നല്ല ഒരു ജഡ്ജായിരുന്നു. ഞങ്ങളുടെ കോട്ടയം ജില്ലയുടെ ഒരു ഞങ്ങൾക്കൊക്കെ ഗുരുസ്ഥാനത്തുള്ള ഒരു ജഡ്ജാണ് അവർ. അപ്പോൾ നോക്കൂ, ശരിയല്ലേ ചോദ്യം ശരിയല്ലേ? മകൻ്റെ ആ കുറവ് അച്ഛൻ എങ്ങനെ അറിയാനാണ്? പക്ഷെ മകൻ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കുറവുകളെ കുറിച്ച് അവനവനൊരു ബോധ്യം ഉണ്ടാവുമെങ്കിൽ, സപ്പോസ് എ ബോയ് ഇസ് ഹാവിങ് നോ സച്ച് ഫീലിങ്സ്, ഒരു ഇറക്ഷൻ പ്രോബ്ലം, ഇതൊക്കെ ആൺകുട്ടികൾക്ക് വരുന്ന പ്രോബ്ലംസ് ആണ്. ഇറക്ഷൻ പ്രോബ്ലം, ആ പ്രോബ്ലം ഒക്കെയോടുകൂടി ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരു ആൾക്ക് വിവാഹം കഴിക്കണ്ടേ? അപ്പം എന്ത് ചെയ്യണം? അതിനു വേണ്ട മെഡിക്കൽ ഹെൽപ്പ് എടുത്ത്, മെഡിക്കൽ എയ്ഡൊക്കെ എടുത്ത് പെർഫെക്റ്റ് ആയിട്ടേ വിവാഹം കഴിക്കാവൂ. ഇപ്പം പീരീഡ്സ് റെഗുലർ അല്ല എങ്കിൽ അതിന് കാണേണ്ട പോലെ ഡോക്ടറെ കണ്ട് അതിൻ്റെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിവാരണം ചെയ്തിട്ടേ വിവാഹം കഴിക്കുക. അച്ഛനും അമ്മ എത്ര നിർബന്ധിച്ചാലും ആ പണിക്ക് പോകരുത്. എനിക്ക് ഈ ഒരു കുഴപ്പമുണ്ട്, അത് നിവൃത്തി നേടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, വെറുതെ ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യില്ല എന്ന് പറയണം. മനസ്സിലായോ? എന്തെങ്കിലും അത് ഡോക്ടറെ കാണാൻ. ഇതിനൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നോക്കി നിങ്ങൾ ചികിത്സിക്കരുത്, ഡോക്ടറെ അടുത്ത് നേരിട്ട് പോകണം. നെറ്റ് നോക്കി ഇങ്ങനെ മരുന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ ബാക്കി കണ്ടുപിടിക്കാനും ഒന്നും നിൽക്കരുത് മക്കളെ. ഫിസിക്കൽ മെച്യൂരിറ്റി അതിനാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആദ്യം വേണ്ടത് എന്താ? നിങ്ങളുടെ ഫിസിക്കൽ മെച്യൂരിറ്റി, ശാരീരികമായ പക്വത നിങ്ങൾക്കുണ്ടാകണം. അടുത്തത് ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി, വിവാഹം കഴിക്കാനുള്ള ബുദ്ധി. ഇതിനൊക്കെ ഒരു കുറച്ച് ബുദ്ധിയും കൂടെ വേണം. ബുദ്ധിയില്ലാതെ ജീവിച്ചാൽ പരാജയമാവും ജീവിതം. അതാ ഞാൻ ആദ്യം ഉപയോഗിച്ച വാക്ക്. ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളെല്ലാവരും ഓർത്തോണം കേട്ടോ. ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം ഒരു സ്ത്രീ. പുരുഷനും അങ്ങനെ തന്നെയാണ്, അല്ലെന്നല്ല, പക്ഷെ കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം പെൺകുട്ടികൾ. നമ്മൾ വിചാരിച്ചാൽ പലതും സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആണുങ്ങൾ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് അത്രയും പറ്റും. ഒരു വീട്ടിൽ ഒരു സ്ത്രീ ആണ് ആ വീടിനെ ഹാപ്പി ആക്കുന്നത്. പുരുഷൻ വിചാരിച്ചാൽ അതിനെ ഇല്ലാതെയാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അവിടെയും ടാക്കിൾ ചെയ്യാനുള്ളൊരു കഴിവ്, അതൊന്നും ഒരു നമ്മളതിനെയൊക്കെ മറ്റൊരു തലത്തിൽ നിന്നൊന്നും കാണണ്ട. അത് നമുക്ക് ഒത്തിരി സന്തോഷം തരും മക്കളെ. അങ്ങനെയൊക്കെ നമ്മൾ കുറേ ബുദ്ധിയായിട്ടൊക്കെ ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് കുറേ കാലം കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വിൽ ബി വെരി കണ്ടൻറ്റഡ് ആൻഡ് വിൽ ബി വെരി സാറ്റിസ്ഫൈഡ്. മനസ്സിലായോ? എന്തെല്ലാം പെണ്ണുങ്ങൾ സഹിക്കണം അങ്ങനെയൊന്നുമില്ല. പെണ്ണുങ്ങൾ എന്ത് സഹിക്കണോ ആണുങ്ങളും ഇതുപോലെ സഹിക്കുന്നുണ്ട് പലരെയും. പെണ്ണുങ്ങൾ സഹിക്കുന്നുണ്ടോ അതിൻ്റെ ഒപ്പം ആണുങ്ങൾ സഹിക്കുന്നുണ്ട് പലരെയും. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്കി അപ്പം നോക്കുക, അല്ലാതെ അതിനെ അങ്ങ് മുറിച്ച് കളയുകയല്ല ചെയ്യണ്ടേ. അതിനല്ലേ നമ്മുടെ കഴിവിരിക്കണേ. ഈസി ആയിട്ട് അങ്ങ് ഇറ്റ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി, ഒരു തിങ്കിങ് ബ്രെയിൻ നിങ്ങൾക്കുണ്ടാകണം. ആലോചിക്കാനുള്ളൊരു കഴിവുണ്ടാവണം തലച്ചോറിന്. നമ്മളൊരു പരീക്ഷ എഴുതണ പോലെ തന്നെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുമ്പോൾ ഒരു തിങ്കിങ് ബ്രെയിൻ നിങ്ങൾക്കുണ്ടാകണം. ചിലരില്ലേ, അയ്യോ അവളൊരു പാവ, അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാതെ ഒന്നും ആയാൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൺകുട്ടി ചില ആൺപിള്ളേരെ പറ്റി പറയും, അയ്യോ അവനൊരു പാവമാ, അവനെ ആ പെണ്ണ് ശരിയാക്കുകയുള്ളൂ. എന്താ ഇങ്ങനെയുള്ള പാവങ്ങളെ ആർക്ക് വേണമെന്ന് ആ പെൺകുട്ടി വിചാരിക്കുക. സോ ഒരു ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി, ഒരു തിങ്കിങ് ബ്രെയിൻ നിങ്ങൾക്കുണ്ടാവണം. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്കത് വളർത്തിയെടുക്കണം. ആലോചനാ ശക്തിയുള്ള കുട്ടികളാവണം. ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വേണം. ആണായാലും പെണ്ണായാലും ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദേഷ്യം വരുമ്പോഴുള്ള നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്? മഹാമോശമാണെങ്കിൽ
കൺട്രോൾ യുവർ സെൽഫ്, കൺട്രോൾ യുവർ സെൽഫ്. ദേഷ്യം കൂടാനുള്ള കാര്യം എന്താ? നമ്മുടെ ഹോർമോൺസിലെ ചില ഇംബാലൻസ് ആണ് നമുക്ക് ഈ ദേഷ്യം കൂടാനുള്ള ചില കാരണം. ചില ഹോർമോൺസ് കൂടുതലുള്ളവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അപ്പം എന്ത് ചെയ്യണം? ഒരു ഡോക്ടറെ കാണണം. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാണെന്ന്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ തലകുനിക്കും. എനിക്കറിയാം അതെന്തുകൊണ്ടാണെന്ന്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലരുടെ മുഖത്തൊരു പ്രകാശം വരും. അതും എനിക്കറിയാം എന്തുകൊണ്ടാണെന്ന്. ആ ദേഷ്യം കൂടുതൽ എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് പോവും, നമ്മുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ പോവും എന്നല്ല, ഒരു ഫാമിലി, 2 ഫാമിലി ഇല്ലാതെയാവും. ഇല്ലേ? ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വിഷമിക്കും, ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും വിഷമിക്കും, 2 കുടുംബം. എന്താ ചെയ്യണ്ടേ? ദേഷ്യം കൺട്രോൾ ചെയ്യുക. അതിനുള്ള ആരും അറിയാതെ അതിനുള്ള മെഡിസിൻസ് എടുത്ത് അത് കൺട്രോൾ ചെയ്യുക. ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പനി വന്നാൽ നിങ്ങൾ ഗുളിക കഴിക്കില്ലേ? ഒരു വൈറൽ ഫീവർ വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കില്ലേ? പാരസെറ്റമോൾ കഴിക്കില്ലേ? അതുപോലെ ചിന്തിച്ചാൽ മതി. ഈ തലച്ചോറിലെ രാസപ്രക്രിയകൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒന്ന് ബാലൻസ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ചിലരുണ്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നവർ, വളരെ ഡിപ്രസ്ഡ് അവർ. അവർക്കൊരു സന്തോഷവും ഇല്ല, ഒന്നുമില്ല, എപ്പോഴും മുഖവും വെറുപ്പിച്ച്. അപ്പം നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലുമോ അങ്ങനെ ഒരു വികാരം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങ് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. വെറുതെ എല്ലാവരും അങ്ങനെ ആവുന്നത്. ഒന്നില്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡേയ്സ് വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കാം. അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നിരിക്കാം. ചെറിയ പ്രായത്തിലേറ്റിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്യപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. അവരുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് സ്പർശിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഉടനെ ആ കുട്ടിയുടെ വിചാരം എന്താ? ആ കുട്ടി ചീത്തക്കുട്ടിയായിന്ന, ആ കുട്ടിയുടെ വിചാരം. റേപ്പ് ചെയ്യപ്പെടണ്ട. ചെറിയ പ്രായത്തിൽ ഇത് ആൺകുട്ടികൾക്കുണ്ട് കേട്ടോ, ഇത് ആൺകുട്ടികൾക്കുണ്ട്. ആൺകുട്ടികളിൽ ആർക്കെങ്കിലും ചെറിയ പ്രായത്തിൽ, ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളിൽ ആർക്കെങ്കിലും ചെറിയ പ്രായത്തിൽ ഒരു ചൈൽഡ് അബ്യൂസ് നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്നെങ്കിൽ അത് നിങ്ങൾക്കൊരു ഒരു ഒരു മുറിവായി, ഒരു ആഴത്തിലുള്ള മുറിവായി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിന് ബെറ്റാഡിനിട്ട് ആ മുറിവ് ഉണക്കിയതിന് ശേഷമേ വിവാഹം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കാനുള്ള യോഗ്യനാവുകയുള്ളൂ. മനസ്സിലായോ? ക്വാളിഫിക്കേഷൻസാണ് ഞാൻ ഈ പറയണേ. വിവാഹത്തിലേക്ക് എത്താനുള്ള ക്വാളിഫിക്കേഷൻസാണ്. ഇപ്പം ദേഷ്യം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്നിട്ടും പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ മെഡിസിൻ എടുക്കേണ്ടത്. ആ മെഡിസിൻ എടുക്കുന്നത് ഇപ്പം ഇവിടെ ഹസ്ബൻഡും വൈഫുമായിട്ട് കല്യാണം കഴിക്കാൻ നിശ്ചയം കഴിഞ്ഞവരിവിടെ പലരും ഉണ്ട്. ഈ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അക്യൂസ് ചെയ്യുകയല്ല ചെയ്യണ്ടേ, കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരെ ആ പ്രശ്നത്തിൽ നിന്നൊന്ന് പുറത്തു വരാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായോ? ഇപ്പം എൻ്റെ പാർട്ട്ണറിന് ഭയങ്കര ദേഷ്യമാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഈ മേശ അങ്ങോട്ട് പൊക്കിയിട്ട് താഴോട്ട് ഇടും. ഇത് കുഴപ്പമാണ്. ഒരു നോർമൽ ദേഷ്യമല്ല അത്, അതൊരു അബ്നോർമൽ ദേഷ്യമാണ്. വണ്ടിയിൽ പോണു, എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, മാഡം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് മാഡം വണ്ടി കുലുക്കി എന്നെ താഴെ ഇട്ടു മാഡം എന്ന്. അതായത് ഈ ബൈക്കേ കുലുക്കിയിട്ടേ ആ പെണ്ണ് താഴെ പോയി. അവൻ്റെ ദേഷ്യം അവന് സഹിക്കാം. അത് കഴിഞ്ഞ് അവൻ അപ്പം തന്നെ അങ്ങ് താഴും. പോട്ടെ, ഞാൻ ക്ഷമിക്ക്. നിങ്ങൾക്ക് അങ്ങനെ ദേഷ്യ ഹൈപ്പറിൽ ചെന്നിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺട്രോൾ ചെയ്യാൻ ചെറുതായിട്ടൊരു മെഡിസിൻ, യു വിൽ ബിക്കം ഓക്കെ. ദേഷ്യം പോലെ തന്നെയാണ് ഈ ഡിപ്രഷൻ. അങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ജീവിതം വളരെ ദുസ്സഹമാണ്. പുറകിലേക്ക് നോക്കുമ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഒരിക്കലും അവർ വ്യക്തിപരമായി അങ്ങനെയല്ല, അത് അവരുടെ പാരൻസിൻ്റെ കോൺഫ്ലിക്ട്സ് ആ കുട്ടികളെ അങ്ങനെ ആക്കാം. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അബ്യൂസ് ചെറിയ പ്രായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം നിവർത്തി നേടിയിട്ടേ വിവാഹത്തിലേക്ക് കടക്കാവൂ. പിന്നെ ഒരു ബിഹേവിയറൽ മെച്യൂരിറ്റി ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആൺകുട്ടിയാന്നിരിക്കട്ടെ, ഭാര്യ വീട്ടിൽ ചെന്നിരുന്ന് 4-ാമത്തെ ദിവസം അവിടെ ചെന്നു, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരാൾ കയറി വന്നു. നിങ്ങളെന്താ ചെയ്യണ്ടേ? ഒന്ന് എണീക്കണം അല്ലേ? നിങ്ങൾക്ക് എണീക്കാൻ തോന്നാത്ത ആൺപിള്ളേരുണ്ട്, എണീക്കാൻ തോന്നാത്ത പെൺപിള്ളേരുണ്ട്. അവരെ വീട്ടിൽ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ.
അതൊരു മര്യാദയുടെ ഭാഗമാണ്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഒരു കുടുംബ മഹിമയത്. മനസ്സിലായോ? അതാണ് ബിഹേവിയറൽ മെച്യൂരിറ്റി. നമുക്ക് മുതിർന്നവരെ കാണുമ്പോഴും നമ്മൾ പെരുമാറേണ്ടത്. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ച് ചെന്നിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ചെറിയ ഒരു നിക്കറൂട്ട് നടക്കുക, എന്നിട്ട് കാല് കയറ്റി വെച്ച് TV കണ്ടുകൊണ്ടിരിക്കുക. ഉടനെ ഇതൊക്കെ കാണുമ്പോൾ ഈ പയ്യൻ്റെ അമ്മ വിചാരിക്കും, അയ്യോ അപ്പം എന്താ പയ്യൻ്റെ അമ്മ ഒരു കൺട്രി ഗൂസാന്ന് ആ പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നുക. അവരുടെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഒരു രീതി ഉണ്ടാവില്ല. അപ്പം അവരുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ ആ വീട്ടിൽ അങ്ങനെ പെരുമാറാവും. അപ്പം എന്താ, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോവും. സ്വാതന്ത്ര്യം എടുത്തോളൂ, ജീവിതം എന്തോ പറഞ്ഞ പോലെ ആയിപ്പോവും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷമൊക്കെ ഇടാൻ പറ്റും. ആദ്യം തന്നെ അത് പോയി ചെയ്യരുത്. പതുക്കെ പതുക്കെ നിങ്ങളുടെ വീട് പോലെ ആ വീടായി കഴിയുമ്പോൾ, നിങ്ങൾ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഹണിമൂണിന് പോകുമ്പോൾ, നിങ്ങൾ മാത്രമാകുന്ന സന്ദർഭങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം കിട്ടും. ആദ്യം തന്നെ ചെയ്യരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. കുറച്ച് നാൾ കൊണ്ട് നിങ്ങൾ എന്താണെന്ന് ആ വീട്ടുകാർക്ക് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിട്ടാലും കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യം. വളരെ മോഡേൺ ആയിട്ടുള്ളവരാണ് ഇൻലോസ് എങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ തലമുറ വരെയൊക്കെ കുഴപ്പമാണ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എന്ന് പറയാം. നിങ്ങൾ ഇനി ഞങ്ങളുടെ ലെവലിലേക്ക് എത്തുമ്പോൾ വിഷയം മാറും. നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾ കുറെ കൂടെ മോഡേണൈസ്ഡായി, ഞങ്ങൾ അത്ര ആയിട്ടില്ല. ഇപ്പം എൻ്റെ തലമുറയായിരിക്കുമല്ലോ നിങ്ങൾ ചെല്ലുന്ന വീടുകളിലെ എല്ലാ ഇൻലോസ്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നിങ്ങളൊന്ന് അവരുടെ പൾസ് എന്താണെന്ന് അറിഞ്ഞിട്ടേ നിങ്ങൾക്കൊരു ബിഹേവിയറൽ മെച്യൂരിറ്റി വേണമെന്ന് പറയുന്നത് അതാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ കിടന്നുറങ്ങുക, 11 മണി വരെ കിടന്നുറങ്ങുക, ഒന്നും ചെയ്യാതെ വളരെ ബദ്ധപ്പാടാണ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക്. സാരില്ല, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇത്രയും നാൾ എൻജോയ് ചെയ്തില്ലേ, ഇനി കുറച്ച് ജീവിതത്തിന് ഒരു ചേഞ്ച് വരുത്തിയേ പറ്റൂ. എല്ലാവരും അങ്ങനെയല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മുടെ ശീലമാവും. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയറൽ മെച്യൂരിറ്റി ഉള്ളവരെ കല്യാണം കഴിക്കാൻ പോകാവൂ. എന്തുകൊണ്ടാണ് ചിലർ വിവാഹമേ കഴിക്കണില്ല എന്നുള്ള തീരുമാനം എടുക്കണേ? അവർക്ക് ഈ മെച്യൂരിറ്റി ഒന്നുമില്ല, അവർക്കറിയാം അവർക്കില്ല എന്ന്. ചിലരിപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കണില്ലേ, എനിക്ക് കല്യാണം ആലോചിക്കണ്ട എന്ന് വീട്ടിൽ പറയുന്നുണ്ടല്ലോ. അവർക്കിതൊന്നുമില്ല, അവർക്കറിയാം അവർ ശരിയാവില്ല അവർ കല്യാണം കഴിച്ചതെന്ന്. നല്ല തീരുമാനമെന്നാണ് ഞാൻ പറയണേ. കേസ് കുറയും കോടതിയിൽ. പിന്നെ അടുത്തത് ഫിനാൻഷ്യൽ മെച്യൂരിറ്റി. എനിക്കിത് പറയാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ പിന്നെ ക്ലാസ് എടുക്കേണ്ടതുകൊണ്ട് പറയുന്നു. എനിക്ക് സാധാരണ എനിക്ക് പറ്റാത്തതൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എൻ്റെ ആ മെച്യൂരിറ്റി ഇല്ലായ്മ. പക്ഷെ താങ്ക് ഗോഡ് മൈ ഹസ്ബൻഡ് ഈസ് വെരി മെച്യൂർഡ് വിത്ത് റിഗാർഡ് ടു ഫൈനാൻസ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പം വരില്ല. ഫൈനാൻഷ്യൽ മെച്യൂരിറ്റി ഒരു വലിയ കാര്യം. പ്രത്യേകിച്ച് ഞാനിവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടാണ് ഹിന്ദു സമൂഹം വിവാഹം നടത്തുന്നത് അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ പരിഷ്കാരത്തിന് 2 മാല മതി എന്ന് പറഞ്ഞാലും അമ്മ അച്ഛനും വീട്ടിൽ നിന്ന് തരും, നിറയെ സ്വർണം തരും. അവരുടെ കെൽപ്പിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തന്നുവന്നിരിക്കും. നിങ്ങൾ ആ സ്വർണം എങ്ങനെ സൂക്ഷിക്കണം? അതൊരു വലിയ ഫാക്ടറാണ്. ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോട് ഞാൻ പറയണു, നിങ്ങളുടെ ഭാര്യയുടെ ഓർണമെൻറ്റ്സ് ഒന്നും നിങ്ങളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ ലോക്കറിൽ കൊണ്ടുവയ്ക്കരുത്. അത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത പിതൃസ്വത്ത് അവകാശമാണ്. മക്കളെ, ഇന്ന് 1 പവൻ വാങ്ങിക്കണമെങ്കിൽ 1 ലക്ഷം രൂപയാവും. അച്ഛനും അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് ആ കുട്ടിക്ക് അത്രയും പവൻ മേടിച്ചു കൊടുക്കുന്നത്. അത് ആ കുട്ടിക്ക് മാത്രം സ്വന്തമാണ്. അത് നിങ്ങൾ നാളെ ഒരു വസ്തു വാങ്ങിക്കാനോ ഒരു വീട് വെക്കാനോ ഒക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ബട്ട് അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടിലെ കടങ്ങൾ തീർക്കാൻ ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോട്, എൻ്റെ പൊന്നു മക്കളോട് ഞാൻ പറയണു, അത് ഉപയോഗിക്കരുത്. ഇനി 2 ഡബിൾ എഡ്ജഡാണ്. ഇനി എങ്ങാനും ഉപയോഗിച്ചാൽ 50 പവന് പകരം നിങ്ങൾ 100 പവന് നിങ്ങളും സമാധാനം പറയേണ്ടി വരും, ഈ ബന്ധം എങ്ങാനും അറ്റുപോയാൽ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് വിവാഹം നടക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ നിങ്ങൾക്ക് 2 പേർക്കും സൗകര്യമുള്ള ഒരു സ്ഥലത്തൊരു ലോക്കർ എടുക്കുക. പെൺകുട്ടിയുടെ പേരിൽ മാത്രം എടുക്കുക. വെറുതെ അതുമ്മ പിടിക്കാൻ പോകരുത്.
നിങ്ങൾക്കത് എനിക്കത് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിൽ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ പറയാത്തതാണ്. നിങ്ങളതുമ്മ തൊടാതിരിക്കുക. അതാ നിങ്ങൾക്ക് സേഫ്. നിങ്ങളുടെ സേഫ്റ്റിക്കാണ് ഞാൻ പറയണേ കേട്ടോ, ആൺകുട്ടികളുടെ സേഫ്റ്റിക്കാണ് ഞാൻ പറയണത്. അതുമ്മ തൊടാതിരിക്കുക. ലെറ്റ് ഹേർ ഡു വാട്ട് എവർ ഷീ വാണ്ട്സ് വിത്ത് ദാറ്റ്. കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കൊണ്ടുപോയി അത് വെക്കണം. അമ്മയുടെ ലോക്കറിൽ അതിൻ്റെ അറ്റത്ത് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിക്കരുത്. പെൺകുട്ടികൾ, നിങ്ങളുടെ സ്വത്ത് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ടാവണം. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങൾ വിനിയോഗിക്കുന്ന രീതി വളരെ ബുദ്ധിപരമായ രീതിയിൽ ഉപയോഗിക്കണം. ഹസ്ബൻഡിന് നിങ്ങളുടെയും ശമ്പളം വേറെ വേറെയാണെന്ന് ചെയ്യരുത് മക്കളെ. അതൊന്നാണ്. എൻ്റെ അടുത്ത് വരണ ചിലർ ഈ ഡിവൈഡിങ് ആപ്പോ എന്തോ ഒരു ആപ്പുണ്ട് അത്രേ. ഇന്ന് 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ അതിൻ്റെ പൈസ 2 പേരും കൂടി എടുക്കുക. ഒരു വാടക കൊടുക്കുന്നത് 2 പേരുടെയും കൂടെ. ലോൺ അടയ്ക്കും, ശരിയാണ്, ശമ്പളത്തിൽ നിന്ന് 2 പേരുടെ ലോൺ അടയ്ക്കും, അത് വെരി നാച്ചുറൽ. പക്ഷേ വീട്ടിലേക്ക് മേടിക്കേണ്ട പലവ്യഞ്ജനം പോലും 2 പേരും ഈ ആപ്പിൽ കൂടെ 2 ആക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊന്നും അത് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ല. നിങ്ങളെ ഒരാൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് നിന്നോണം, ആണായാലും പെണ്ണായാലും. നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാൻ നിങ്ങളുടെ പാർട്ട്ണർ ശ്രമിക്കുന്നു, അയാളുടെ പൈസയൊക്കെ സേവ് ചെയ്യുന്നു, അല്ലെ അവളുടെ പൈസയൊക്കെ അവൾ സേവ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ബുദ്ധിയായിട്ട് നിന്നോണം. നമുക്കിത് അതിനൊന്നും ഒരു ഉപദേശം തരാൻ പറ്റില്ല, ഒരു ക്ലാസ് എടുത്ത് തരാൻ പറ്റില്ല. അതിനാ ഞാൻ പറഞ്ഞ തിങ്കിങ് ബ്രെയിൻ നിങ്ങൾക്ക് വേണമെന്ന്. മനസ്സിലായോ? ഒരു എക്കണോമിക് മെച്യൂരിറ്റി നിങ്ങൾക്ക് വേണം. പൈസ കൈകാര്യം ചെയ്യാൻ, നിങ്ങളുടെ മുതൽ കൈകാര്യം ചെയ്യാൻ, നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി സേവ് ചെയ്യാൻ. ഇവിടെ അതിനൊരു വിഷയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ടോ? ഉണ്ടോ? വെരി ഗുഡ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പല ഫിസിക്കൽ മെച്യൂരിറ്റിയുടെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. ഒരു സെക്ഷൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ഒരു സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ മക്കളുണ്ടാവണം. അടുത്ത തലമുറ നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് പ്രാർത്ഥനയിലൂടെ ഉണ്ടാകണം. അത് നമ്മൾ മദ്യപിച്ച ദിവസം ഉണ്ടായ ഒരു ബന്ധത്തിലുണ്ടാകുന്ന ഒരു കുട്ടി നാളെ ഒരു ADHD ഉള്ള കൊച്ചാകുമോ? അത് ഇവിടെ ഇരുന്നാൽ പിന്നെ അതിൻ്റെ മുകളിലായിരിക്കുക കൊച്ച്. ചില പിള്ളേർ കണ്ടിട്ടില്ലേ, നമ്മളെ തല്ലും, ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുഖത്തേക്ക് തല്ലുക, തുപ്പുക, ഭയങ്കരമായി വികൃതി കാണിക്കുക. അങ്ങനത്തെയൊക്കെ ഡിസോർഡർലി ബിഹേവിയറുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഓരോ കഥകളുണ്ട്. ഓരോ ചരിത്രത്തെ കഥാരൂപത്തിൽ ആക്കിയ പല പല സന്ദർഭങ്ങളും മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെ ഉണ്ട്. ഭാഗവതത്തിലുള്ള ഒരു കഥയാണ് കശ്യപൻ്റെയും ദിതിയുടെയും കഥ. കശ്യപൻ ഒരു മഹർഷിയാണ്. ഇവർക്കൊക്കെ വിവാഹം കഴിക്കാം. എപ്പോഴാണ് നമുക്ക് ചായ കുടിക്കാനുള്ള സമയം? ആയിട്ടില്ല. എത്ര മണിക്കാണ്? 3:30. ഈ കശ്യപൻ ഒരു മഹർഷിയാട്ടോ. കശ്യപൻ ഒരു മഹർഷിയാണ്. ദിതി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഈ കശ്യപനും ദിതിയുടെയും മക്കളായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. 2 അസുര ജന്മങ്ങളാണ് ഇവർ. അതെങ്ങനെ അസുര ജന്മം ഉണ്ടായി എന്ന് ഭാഗവതം പറയുന്നത് എന്താണെന്നറിയോ? ഈ ദിതി ഒരു ദിവസം സന്ധ്യയ്ക്ക് ഭർത്താവിനോട് പറയുക, എനിക്ക് നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇപ്പോൾ വേണം, നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോകാം. അപ്പോൾ കശ്യപൻ പറയുക, ഈ സന്ധ്യ നേരത്ത് തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല. ഈ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾ അസുര സ്വഭാവമുള്ളവരായിരിക്കും എന്ന് ഭാര്യയോട് പറയും. ഭാര്യ കേൾക്കത്തില്ല. അപ്പോൾ അയാളിലെ ആണത്വം അതിന് മോശമല്ലേ? അതുകൊണ്ട് ദേ എൻറ്റേർഡ് ഇൻ ടു എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സന്ധ്യ നേരത്ത്. ആ സന്ധ്യ നേരത്തുണ്ടായ ആ ബന്ധത്തിൽ നിന്നുണ്ടായ 2 കുട്ടികളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ഹിരണ്യകശിപുവിൻ്റെ മകനാരാ? പ്രഹ്ലാദൻ. മിടുക്കൻ പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ്റെ അച്ഛൻ. നരസിംഹം വന്നത് കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? നരസിംഹം വന്നത് അത് ഈ ഹിരണ്യാക്ഷനെയാണ് നരസിംഹം വന്ന് കടിച്ച് കീറുന്നത്. മനസ്സിലായോ? അതായത് ഒരു അസുരനായിട്ട് അയാൾ ജനിച്ചത്.
ആ ജനിച്ചത് അതിന് ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കണത് എന്തിനാ? ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ അത് പ്രാർത്ഥനയോടെ ഉണ്ടാകണം. അത് അസമയത്ത് ഉണ്ടായ ബന്ധത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കരുത്. അതിന് ഏറ്റവും നല്ല നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ബന്ധപ്പെടേണ്ട സമയം വെളുപ്പിന് 3 മണി 4 മണി സമയത്ത് അങ്ങനെ പ്രിപ്പയർഡായിട്ട് വേണം ഒരു കുട്ടി ഉണ്ടാവാൻ. നല്ല ഓമനത്വമുള്ള നക്ഷത്ര കുഞ്ഞുങ്ങളുണ്ടാവും നമുക്ക് ആ സമയത്തുള്ള ബന്ധത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ. പ്രാർത്ഥനയോടെ ഇന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ ബന്ധം ഒരു നല്ല കുഞ്ഞുണ്ടാവാൻ ഇടവരുത്തണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഇതൊക്കെ ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ചാലുണ്ടല്ലോ നല്ല ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ടാവും. ഇങ്ങനെയാ കുട്ടികൾ ഉണ്ടാവണ്ടേ, അല്ലാതെ എങ്ങനെയോ വെറുതെ ഉണ്ടാവേണ്ടതല്ല കുട്ടികൾ. നമുക്ക് വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് എങ്ങനത്തെ കുട്ടികളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് വേണം നമുക്ക് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിന്തിച്ച് പിക്ചറൈസ് ചെയ്ത് ചിന്തിക്കണം എങ്ങനെയുള്ള കുട്ടികളാണ് നമുക്ക് ഉണ്ടാവണ്ടേ എന്ന്. ഉണ്ണിക്കണ്ണന്മാരുണ്ടാവണോ, സുന്ദരി പാർവതി ദേവിയെ പോലത്തെ സുന്ദരി കുട്ടികൾ ഉണ്ടാവണോ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരും. എന്നിട്ട് നമ്മളൊരു ബേബിയുടെ പടം നമ്മൾ കാണുന്നിടത്ത് വെക്കാമോ? അതുപോലൊരു ബേബി ഉണ്ടാവും നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പം അതിന് കണ്ടോ എന്തിന് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം ആലോചിച്ച് നോക്കൂ. കാമത്തെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് കാമശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ച നാടാണിത്. വെറുതെ ഒന്നുമല്ല ഇത്. ശാസ്ത്രീയമായി അതിനെ അപഗ്രഥിച്ച ഒരു നാട്. ഇതുപോലൊരു നാട് ഈ ഭൂമിയിൽ എവിടെയുണ്ട്? ഇതുപോലെ ഭാരതീയമായ ദമ്പതി സങ്കല്പം ഇതൊക്കെ എവിടെയുണ്ട് ഈ ലോകത്ത്? ആർക്ക് പറയാൻ പറ്റും ഇതുപോലൊരു സംസ്കാരം? ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ് അടുത്തത് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ കേട്ടോ. ഇപ്പം ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പക്വത വേണം എന്ന് പറഞ്ഞു? ഫിസിക്കൽ മെച്യൂരിറ്റി വേണം, ഇന്റലക്ച്വൽ മെച്യൂരിറ്റി വേണം, ഫൈനാൻഷ്യൽ മെച്യൂരിറ്റി വേണം, ഇമോഷണൽ മെച്യൂരിറ്റി വേണം, ബിഹേവിയറൽ മെച്യൂരിറ്റി വേണം, സെക്ഷുവൽ മെച്യൂരിറ്റി വേണം. അതിന് ഞാൻ ഈ കഥ പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് അടുത്ത ഒരു തലമുറയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നല്ല സമയത്തുണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് വേണം കുട്ടികളുണ്ടാവാൻ. എന്തുകൊണ്ടാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അസുര സന്തതികളുണ്ടായത്? സന്ധ്യ നേരത്ത് ഉണ്ടായ ഒരു ബന്ധത്തിൽ നിന്നാണ് അതുപോലെ 2 അസുര ജന്മങ്ങൾ ഉണ്ടായത്. അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് വേണ്ട. അടുത്തത് വേണ്ടത് സ്പിരിച്വൽ മെച്യൂരിറ്റി. നമ്മൾ റിലീജിയസ് ആകുന്നതും സ്പിരിച്വൽ ആകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് റിലീജിയസ് ആകുക എന്ന് പറഞ്ഞാൽ കാലത്ത് എണീക്കുന്നു, കുളിച്ചു, അമ്പലത്തിൽ പോകുന്നു, വരുന്നു, ഉത്സവം കൊണ്ടാടുന്നു, വരുന്നു. അത് റിലീജിയസ് ആയിട്ടുള്ള. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുണ്ട് ഈശ്വരൻ, നിഹിതം ഗുഹയാം എന്നാണ് പറയണത്. ഹൃദയമാകുന്ന ഗുഹയിലാണ് ഈശ്വരൻ്റെ സ്ഥാനം എന്നാണ് പറയണത്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ, നമ്മളിപ്പോൾ പൂർണ്ണത്രയീശനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ രൂപം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നതായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഇവിടെ ഇരിക്കുകയെന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുകയെന്ന് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ഇവിടെ പൂർണ്ണത്രയീശൻ ഇരിക്കുന്നതായിട്ട് നമ്മുടെ ഗ്രാമദേവത എന്താണോ, ആരാണോ അവരെ നമ്മുടെ പരദേവതകളെ അവരൊക്കെ നമ്മുടെ ഈ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടോ? ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു ശേഷിയും മെൻ്റൽ കപ്പാസിറ്റിയും നമുക്കുണ്ടാവും. അതിന് സ്പിരിച്വാലിറ്റി വേണം. റിലീജിയസ് ആണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോവും, സ്പിരിച്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നൊന്ന് ആലോചിക്കണം കേട്ടോ. ഞാൻ ഇതിന് യോഗ്യയാണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചിന്തിക്കണം.